ലോഗോസ് ട്രിവേയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 1 സാമുവേൽ 1-ാം അധ്യായത്തിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. 1. എൽക്കാന ഏത് വംശജനായിരുന്നു? ഉത്തരം സൂഫ് വംശജൻ. 2. എൽക്കാന എവിടെയാണ് ജീവിച്ചിരുന്നത്? ഉത്തരം എഫ്രായിം മലനാട്ടിലെ റാമാതായിമിൽ. 3. എൽക്കാനയുടെ പിതാവ്? ഉത്തരം യെറോഹാം. 4. യെറോഹാമിൻ്റെ പിതാവിൻ്റെ പേര്? ഉത്തരം എലീഹു. 5. തോഹുവിൻ്റെ പിതാവ്? ഉത്തരം എഫ്രായിംകാരനായ സൂഫ്. 6. സൂഫിൻ്റെ പുത്രൻ? ഉത്തരം തോഹു. 7. എൽക്കാനയ്ക്ക് എത്ര ഭാര്യമാർ ഉണ്ടായിരുന്നു? ഉത്തരം 2. 8. എൽക്കാനയുടെ ഭാര്യമാരുടെ പേര്? ഉത്തരം ഹന്നായും പെനീനായും. 9. എൽക്കാനയുടെ ഭാര്യമാരിൽ ആർക്കായിരുന്നു മക്കളില്ലാതിരുന്നത്? ഉത്തരം ഹന്നായ്ക്ക്. 10. എൽക്കാന എന്തിനാണ് വർഷം തോറും തൻ്റെ പട്ടണത്തിൽ നിന്ന് ഷീലോയിലേക്ക് പോകുമായിരുന്നത്? ഉത്തരം സൈന്യങ്ങളുടെ കർത്താവിനെ ആരാധിക്കാനും അവിടുത്തേക്ക് ബലിയർപ്പിക്കാനുമായി. 11. സൈന്യങ്ങളുടെ കർത്താവിനെ ആരാധിക്കാനും അവിടുത്തേക്ക് ബലിയർപ്പിക്കാനുമായി വർഷം തോറും തൻ്റെ പട്ടണത്തിൽ നിന്ന് എവിടേക്കായിരുന്നു എൽക്കാന പോകുമായിരുന്നത്? ഉത്തരം ഷീലോയിലേക്ക്. 12. 1 സാമുവൽ 1:3 പ്രകാരം ഏലിയുടെ പുത്രന്മാർ ആരെല്ലാം? ഉത്തരം ഹോഫ്നിയും ഫിനെഹാസും. 13. ബലിയർപ്പിക്കുന്ന ദിവസം എൽക്കാന ഭാര്യ പെനീനായ്ക്കും അവളുടെ പുത്രന്മാർക്കും പുത്രിമാർക്കും എന്താണ് കൊടുത്തിരുന്നത്? ഉത്തരം ഓഹരി. 14. എൽക്കാന ഭാര്യ പെനീനായ്ക്കും അവളുടെ പുത്രന്മാർക്കും പുത്രിമാർക്കും ഓഹരി കൊടുത്തിരുന്നത് എന്ന്? ഉത്തരം ബലിയർപ്പിക്കുന്ന ദിവസം. 15. എൽക്കാന ആരെയാണ് കൂടുതൽ സ്നേഹിച്ചിരുന്നത്? ഉത്തരം ഹന്നായെ. 16. എൽക്കാന ഹന്നായെ കൂടുതൽ സ്നേഹിച്ചിരുന്നെങ്കിലും അവൾക്ക് എന്തുമാത്രമേ നൽകിയിരുന്നുള്ളൂ? ഉത്തരം ഒരംശം. 17. എൽക്കാന ഹന്നായെ കൂടുതൽ സ്നേഹിച്ചിരുന്നുവെങ്കിലും അവൾക്ക് ഒരംശം മാത്രമേ നൽകിയിരുന്നുള്ളൂ. കാരണം കർത്താവ് അവളെ വന്ധ്യയാക്കിയിരുന്നു. 18. എന്തു നിമിത്തമാണ് സപത്നി ഹന്നായെ നന്നായി വേദനിപ്പിച്ചിരുന്നത്? ഉത്തരം വന്ധ്യത നിമിത്തം. 19. പെനീന ഹന്നായെ പ്രകോപിപ്പിച്ചുകൊണ്ടിരുന്നത് എപ്പോൾ? ഉത്തരം ആണ്ടുതോറും കർത്താവിൻ്റെ ഭവനത്തിലേക്ക് പോയിക്കൊണ്ടിരുന്നപ്പോഴൊക്കെ. 20. ഹന്ന എന്തിനാണ് നീ കരയുകയും ഭക്ഷിക്കാതിരിക്കുകയും ചെയ്യുന്നത്? ഇത് ആരുടെ വാക്കുകൾ? ഉത്തരം എൽക്കാനയുടെ. 21. ഞാൻ നിനക്ക് ആരിലും ഉപരിയല്ലേ എന്നാണ് എൽക്കാന ഹന്നയോട് ചോദിക്കുന്നത്? ഉത്തരം 10 പുത്രന്മാരിലും. 22. ഷീലോയിൽ വെച്ച് ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്തതിനു ശേഷം ഹന്ന എവിടേക്കാണ് ചെന്നത്? ഉത്തരം കർത്താവിൻ്റെ സന്നിധിയിലേക്ക്. 23. 1 സാമുവൽ 1:9 പ്രകാരം ദേവാലയത്തിൻ്റെ വാതിൽപ്പടിക്ക് സമീപം ഒരു പീഠത്തിൽ ഇരുന്നത് ആര്? ഉത്തരം പുരോഹിതനായ ഏലി. 24. അവൾ കർത്താവിനോട് ഹൃദയം നൊന്ത് കരഞ്ഞു പ്രാർത്ഥിച്ചു. ആര്? ഉത്തരം ഹന്ന. 25. ഹന്ന കർത്താവിനോട് എങ്ങനെയാണ് പ്രാർത്ഥിച്ചത്? ഉത്തരം ഹൃദയം നൊന്ത് കരഞ്ഞ്. 26.
ആരെ വിസ്മരിക്കരുതേ എന്നാണ് സൈന്യങ്ങളുടെ കർത്താവിനോട് ഹന്ന പ്രാർത്ഥിച്ചത്? ഉത്തരം: അങ്ങയുടെ ദാസിയെ. 27. ഹന്ന ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കെ അവളെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത് ആര്? ഉത്തരം: ഏലി. 28. എനിക്കൊരു പുത്രനെ നൽകിയാൽ അവൻ്റെ ശിരസിൽ എന്ത് സ്പർശിക്കുകയില്ല എന്നാണ് ഹന്ന നേർച്ച നേർന്നത്? ഉത്തരം: ക്ഷൗരക്കത്തി. 29. ഹന്ന ഹൃദയത്തിൽ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ ചലിച്ചിരുന്നത് എന്ത്? ഉത്തരം: അധരം. 30. ഹന്ന മദ്യപിച്ചിട്ടുണ്ടെന്ന് തോന്നിയത് ആർക്ക്? ഉത്തരം: ഏലിക്ക്. 31. എത്ര നേരം നീ ഉന്മത്തയായിരിക്കും? നിന്റെ ലഹരി അവസാനിപ്പിക്കുക. ഇത് പറഞ്ഞത് ആര്? ഉത്തരം: ഏലി. 32. നിന്റെ എന്ത് അവസാനിപ്പിക്കുക എന്നാണ് ഏലി ഹന്നായോട് പറഞ്ഞത്? ഉത്തരം: ലഹരി. 33. 1 സാമുവേൽ 1:15 പ്രകാരം ഹന്ന ഏലിയെ അഭിസംബോധന ചെയ്യുന്നത് എങ്ങനെ? ഉത്തരം: എൻ്റെ ഗുരോ. 34. ഞാൻ എന്ത് കഴിച്ചിട്ടില്ല എന്നാണ് ഹന്ന ഏലിയോട് പറഞ്ഞത്? ഉത്തരം: വീഞ്ഞോ ലഹരിപാനീയമോ. 35. ഈ ദാസിയെ എന്തായി വിചാരിക്കരുതേ എന്നാണ് ഹന്ന ഏലിയോട് പറഞ്ഞത്? ഉത്തരം: അധംപതിച്ച ഒരുവളായി. 36. ആര് നിന്റെ പ്രാർത്ഥന സാധിച്ചു തരട്ടെ എന്നാണ് ഏലി ഹന്നായോട് പറഞ്ഞത്? ഉത്തരം: ഇസ്രായേലിൻ്റെ ദൈവം. 37. ഈ ദാസിക്ക് അങ്ങയുടെ കൃപാകടാക്ഷമുണ്ടാകട്ടെ. ഇത് പറഞ്ഞത് ആര്? ഉത്തരം: ഹന്ന. 38. പിന്നീടൊരിക്കലും അവളുടെ മുഖം മ്ലാനമായിരുന്നിട്ടില്ല. ആരുടെ മുഖം? ഉത്തരം: ഹന്നായുടെ. 39. എൽക്കാനയും കുടുംബവും അതിരാവിലെ എഴുന്നേറ്റ് കർത്താവിനെ ആരാധിച്ചതിനു ശേഷം എവിടേക്കാണ് മടങ്ങിയത്? ഉത്തരം: റാമായിലുള്ള തങ്ങളുടെ ഗൃഹത്തിലേക്ക്. 40. ഹന്ന എന്തു പറഞ്ഞാണ് പുത്രന് സാമുവൽ എന്ന് പേരിട്ടത്? ഉത്തരം: ഞാൻ അവനെ കർത്താവിനോട് ചോദിച്ച് വാങ്ങിയതാണ് എന്ന് പറഞ്ഞ്. 41. ആരോടുള്ള വാക്ക് നിറവേറ്റിയാൽ മതി എന്നാണ് എൽക്കാന ഹന്നായോട് പറഞ്ഞത്? ഉത്തരം: കർത്താവിനോട്. 42. എത്ര വയസ്സുള്ള കാളക്കുട്ടിയെയാണ് ഹന്ന ഷീലോയിൽ കർത്താവിൻ്റെ ആലയത്തിലേക്ക് കൊണ്ടുവന്നത്? ഉത്തരം: 3 വയസ്സ്. 43. ഹന്ന ഷീലോയിൽ കർത്താവിൻ്റെ ആലയത്തിലേക്ക് കൊണ്ടുവന്നത് എന്തെല്ലാം? ഉത്തരം: 3 വയസ്സുള്ള ഒരു കാളക്കുട്ടി, 1 ഏഫ മാവ്, 1 കുടം വീഞ്ഞ്. 44. പൂരിപ്പിക്കുക. ഗുരോ, ഇവിടെ അങ്ങയുടെ മുൻപിൽ നിന്ന് ഡാഷ് പ്രാർത്ഥിച്ച സ്ത്രീ തന്നെയാണ് ഞാൻ. ഉത്തരം: കർത്താവിനോട്. 45. കാളക്കുട്ടിയെ ബലിയർപ്പിച്ച ശേഷം ശിശുവിനെ ആരുടെ അടുക്കലേക്കാണ് ഹന്ന കൊണ്ടുവന്നത്? ഉത്തരം: ഏലിയുടെ. 46. എൻ്റെ പ്രാർത്ഥന ആര് കേട്ടു എന്നാണ് ഹന്ന പറഞ്ഞത്? ഉത്തരം: കർത്താവ്. 47. ആകയാൽ ഞാൻ അവനെ കർത്താവിന് സമർപ്പിച്ചിരിക്കുന്നു. ആ ജീവനാന്തം അവൻ കർത്താവിനുള്ളവനായിരിക്കും. അവർ കർത്താവിനെ ആരാധിച്ചു. അദ്ധ്യായവും വാക്യവും എഴുതുക. ഉത്തരം: 1 സാമുവേൽ 1:28.